ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ബേസ് കോട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ബേസ് കോട്ട് കൊടുക്കുന്നത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അത് പ്രത്യേകം വീഡിയോയിൽ കാണിക്കാത്തത്. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് ക്ലേ ആണ്. കുറച്ച് അധികം തന്നെ വേണ്ടതുകൊണ്ട് ഞാൻ ഹോം മെയ്ഡ് ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് വാങ്ങുന്നതായാലും കുഴപ്പമില്ല. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഈ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനും പറ്റും. അതാ കുറച്ച് ലീഫല്ല പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആന്തൂറിയം ഫ്ലവറിൻ്റെ മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ആലിലയുടെ ഷേപ്പിൽ ഇങ്ങനെ ക്ലേ ആക്കിയെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാനുള്ള ഇതുപോലുള്ള 3 പീസും ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യുക, പതുക്കെ ആ ഒരു ഫ്ലവർ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കതിൻ്റെ ആ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അതൊന്ന് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് എനിക്കിത്. കാരണം നല്ല ഈസിയാണ് ചെയ്യാൻ, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അത്ര ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് തോന്നില്ല. ഒരുപാടൊന്നും കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഫ്ലവേഴ്സ് പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫ്ലവറും അതിലേക്ക് പതുക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലേ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സാധനത്തിന് എന്ത് ചെയ്യുക, ചെറിയ ഏതെങ്കിലും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ കിട്ടും. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കോപ്പർ കളർ യൂസ് ചെയ്തിട്ട് ആ ലീഫൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് പെയിൻറ്റ് അധികം വരാത്ത രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് പോലെ കൊടുത്താൽ മതി. ഇനി ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള പോർഷന് സിൽവർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഡോട്ട് പോലെ ഇട്ട് കൊടുത്താൽ മതി. ബോട്ടിൽ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.